കേരള സാങ്കേതിക സർവകലാശാലയിൽ സാമ്പത്തിക പ്രതിസന്ധി പരിഹാരമാകാതെ തുടരുന്നു. ബജറ്റ് ചർച്ച ചെയ്യാൻ വിളിച്ച സിൻഡിക്കേറ്റ് യോഗവും ക്വാറം തികയാതെ പിരിഞ്ഞു. അതിനിടെ വിദ്യാർത്ഥി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ SFI വൈസ് ചാൻസലർ കെ ശിവപ്രസാദുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമായി. ഇയർബാഗ് സമ്പ്രദായം പൂർണ്ണമായും ഒഴിവാക്കാമെന്ന് VC ഉറപ്പ് നൽകിയതായി ചർച്ചയ്ക്ക് ശേഷം SFI നേതാക്കൾ പറഞ്ഞു. കേരള സാങ്കേതിക സർവകലാശാലയിൽ ജീവനക്കാർക്ക് ശമ്പളം പോലും നൽകാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിൽ. വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കാനും പണമില്ല. പ്രതിസന്ധികൾ പരിഹരിക്കാൻ ബജറ്റ് പാസാക്കുകയാണ് മാർഗം. ഇതിനുവേണ്ടിയാണ് ഇന്ന് സിൻഡിക്കേറ്റ് വിളിച്ചത്. 14 അംഗങ്ങളുള്ള യോഗത്തിൽ പങ്കെടുക്കാനെത്തിയത് 4 പേർ മാത്രം. 5 പേരെങ്കിലും പങ്കെടുത്താൽ മാത്രമേ യോഗത്തിന്റെ കോറം തികയൂ. MLA മാരും സർക്കാർ പ്രതിനിധികളും യോഗത്തിനെത്തിയില്ല. കോറം തികയാത്തത് മൂലം ഫിനാൻസ് കമ്മിറ്റി യോഗവും ചേരാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇയർബാഗ് സംവിധാനം ഒഴിവാക്കണമെന്നതുൾപ്പെടെയുള്ള SFIയുടെ ആവശ്യങ്ങൾ ഇന്ന് നടന്ന ചർച്ചയിൽ വൈസ് ചാൻസലർ അംഗീകരിച്ചു. വിദ്യാർത്ഥി വിഷയങ്ങളൊന്നും സാധാരണ എടുക്കാതെയാണ് സിൻഡിക്കേറ്റ് യോഗങ്ങൾ ചേരാറുള്ളത്. അത് അടിയന്തരമായി വിദ്യാർത്ഥി വിഷയങ്ങൾ ഈ പറഞ്ഞതുപോലെയുള്ള ഫയലുകളടക്കം അപ്രൂവ് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥി വിഷയങ്ങൾ എടുത്തുകൊണ്ട് സിൻഡിക്കേറ്റ് യോഗം ചേരാനും ഈ പറഞ്ഞ ഇയർബാഗ് സിസ്റ്റം പൂർണ്ണമായി ഒഴിവാക്കണം എന്നുള്ളത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ തന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് ഉറപ്പ് നൽകിയതെന്ന് വൈസ് ചാൻസലർ പറഞ്ഞു. ബോർഡ് ഓഫ് ഗവർണേഴ്സ് ആണ് ഇതിന്റെ അന്തിമ തീരുമാനം എടുക്കേണ്ടത്. ആ ബോർഡ് ഓഫ് ഗവർണേഴ്സിലേക്ക് ഈ തീരുമാനം പോകും. അപ്പോൾ അവിടെ വച്ചിട്ടാണ് അന്തിമമായിട്ട് തീരുമാനിക്കേണ്ടത്. എൻ്റെ അധികാര പരിധിയിലെ 14(5) എന്ന പ്രത്യേക അധികാരം ഉപയോഗിച്ച് അവർക്ക് ഞാൻ വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. സിൻഡിക്കേറ്റ് യോഗം ചേരാതെ സാമ്പത്തിക പ്രതിസന്ധി മുറുകുമ്പോഴും ദീർഘകാലമായി വിദ്യാർത്ഥികൾ ഉയർത്തിയ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി എന്നത് മാത്രമാണ് ഇന്നുണ്ടായ ആശ്വാസം. മീഡിയ 1 തിരുവനന്തപുരം.